ഹായ് എവ്രി വൺ, ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഈ ഇടയ്ക്ക് മലേഷ്യയിൽ പോയിരുന്നു. നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ പോയി, എവിടെയൊക്കെ പോയി, പാക്കേജ് ആയിരുന്നു, എത്ര രൂപയായി, അങ്ങനെയൊക്കെ. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വീഡിയോ ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മേ ബി ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ. സോ യാ, കീപ് ഓൺ വാച്ചിങ്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ നോട്ട്, ഞങ്ങൾ പാക്കേജ് എടുത്തല്ല പോയത്. നമ്മൾ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഈ സ്ഥലം കാണണം എന്നാൽ നമ്മളെ പ്ലാനിൽ ഈ ദിവസം ഇവിടെ പോവാം, അങ്ങനെ കുറച്ച് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് പോയതാണ്. സോ മേ ബി നമ്മുടെ ഓവറോൾ പ്ലാൻ അത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പം ഏതെങ്കിലും ഒരു ടൂർ പാക്കേജ് കമ്പനിയുടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ പാക്കേജ് ഒക്കെ കിട്ടുമായിരിക്കും. ബട്ട് ദിസ് ഈസ് ഹൗ വി വെൻ. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോ. ആൻഡ് ഞാൻ എല്ലാം കാറ്റഗറൈസ് ചെയ്ത് ചാപ്റ്റേഴ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇഫ് യു വോണ്ട് ലൈക്ക് സ്കിപ്പ് അറൗണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ഫ്ലൈറ്റ്സ്. കേരളത്തിൽ നിന്ന് കുറേ എയർലൈൻസ് ഉണ്ട് മലേഷ്യയിലോട്ട് പോകാനായിട്ട്. എയർ ഏഷ്യ, മലേഷ്യൻ എയർലൈൻസ്, സ്കൂട്ട്, അങ്ങനത്തെ മെയിൻ 3 എയർലൈൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ അവർ ട്രിവാൻഡ്രം, കൊച്ചിയിൽ നിന്നാണ് കോലാലംപൂരിലോട്ട് പോകുന്നത്. കുറെ ആൾക്കാർ നമ്മൾ ചോദിച്ചായിരുന്നു നമ്മൾ എന്തുകൊണ്ട് മലേഷ്യയിൽ പോയെന്ന്. ആൻഡ് ദി ആൻസർ ഇസ് ഈ ഫ്ലൈറ്റിന്റെ പ്രൈസ്. ഞങ്ങൾ ഈ കൊല്ലം എവിടെയെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ദിവസം ഞങ്ങൾ വെറുതെ ഫ്ലൈറ്റ്സ് ഫ്രം ട്രിവാൻഡ്രം 6 months എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പം മലേഷ്യയിലെ ഫ്ലൈറ്റ് ഭയങ്കര ചീപ്പായിട്ട് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്തതും. പിന്നീടാണ് നമ്മൾ മലേഷ്യയിൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നോക്കാൻ തന്നെ തുടങ്ങിയത്. സോ ഫ്ലൈറ്റ് പ്രൈസ് ഒക്കെ എപ്പോഴും ഭയങ്കര ചീപ്പായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ എയർ ഏഷ്യയിൽ 8,800 rupees ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് ഫോർ റൗണ്ട് ട്രിപ്പ്. ഒരു വഴിയല്ല, റൗണ്ട് ട്രിപ്പിനാണ് നമുക്ക് 8,800 rupees ആയത്. ആൻഡ് ഇതിലൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ബാഗ് ഇതിൽ കൂട്ടിയിട്ടില്ല. എയർ ഏഷ്യയിൽ നമ്മൾ ബാഗ് എക്സ്ട്രാ പൈസ കൊടുത്ത് വേണം എടുക്കാൻ. നമുക്ക് ക്യാരി ഓൺ ബാഗ്, നമ്മൾ ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകുന്ന ബാഗ് 7 kg അത് ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ബാഗ്, അതായത് നമ്മൾ വലിയ ട്രോളി ബാഗൊക്കെ, അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതിന് അവരുടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 20 കിലോന് 3,500 3,300 രൂപയോ എന്തോ ആണ് വൺ വേ. അപ്പൊ 2 വഴി കൊണ്ടുപോകുമ്പോൾ 6,600 രൂപ അങ്ങനെ ആവും. അപ്പൊ ഒരു ടോട്ടലി നമ്മളെ ഫ്ലൈറ്റ് ഒരു 16,000-17,000 ഒക്കെ ആയി വരും. ആൻഡ് നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ 2 ബാഗ് എടുത്തിട്ട് ഷെയർ ചെയ്താണ് പോയത്. അതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് ഫ്ലൈറ്റ് അബൌട്ട് 12,500 അങ്ങനെ എന്തോ റേഞ്ചിലാണ് ആയത്. പിന്നെ ഇവർ വെയിറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈവൻ ഒരു 100 gram കൂടുതലാണെങ്കിലും തിരിച്ച് ബാഗ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് മൈൻഡ്ഫുൾ ആയിരിക്കണം നമ്മൾ പാക്ക് ചെയ്യുമ്പോഴൊക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ വിസയാണ്. ഇപ്പൊ ഇന്ത്യൻസിന് ഓൺ അറൈവൽ ഫ്രീ വിസയാണ്. എനിക്ക് തോന്നുന്നു നവംബർ വരെയാണ് ഈ പ്ലാൻ ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ 2,000 രൂപ എന്തോ ആയിരുന്നു പണ്ട് വിസ കോസ്റ്റ്, അത് അടയ്ക്കണം. ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ പാസ്പോർട്ട് കൊണ്ട് അങ്ങ് പോയാൽ മതി. അവിടെ ചെന്നിട്ട് ഓൺ അറൈവൽ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ വിസ അടിച്ചു തരും. ആ വിസ 30 days എന്തോ വാലിഡിറ്റി ഉള്ള ഒരു വിസയാണ് അവർ തരുന്നത്. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം. അതിന് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട്, നമ്മളുടെ സ്റ്റേ ഡീറ്റെയിൽസ്, എന്ന് വെച്ചാൽ ആ ബുക്കിങ്ങിൽ നമ്മുടെ പേരൊക്കെ കാണണം. പിന്നെ അവരുടെ ഒരു ഫോം ഉണ്ട്, MDAC എന്ന് പറഞ്ഞിട്ട്, MDAC എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ പോകുന്നതിന് 2 ദിവസം മുന്നേ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കോഡ് വരും, ആ കോഡ് കയ്യിൽ വെച്ചേക്കണം. ഈ ഫോമിൽ ബേസിക്കലി നമ്മളുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മൾ എവിടെ നിൽക്കുന്നത്, നമ്മളുടെ എത്ര ദിവസം നമ്മൾ ട്രാവൽ ചെയ്യും, അതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു ഫോമാണ്. പിന്നെ വേറെ അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ സഫീഷ്യൻറ്റ് മണി എന്നാണ്. എത്ര രൂപ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ടു ബി ഓൺ ദ സേഫർ സൈഡ് ഞാൻ പറയും 5 ദിവസത്തേക്ക് ഒരു 1,000 ringgit ഒക്കെ കൊണ്ടുപോകേണ്ടി വരുമായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് അത് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ 3 പേരാണ് പോയത്. നമ്മളെ 3 പേരുടെ ഒന്നും ചെക്ക് ചെയ്തില്ല, ചുമ്മാ സ്റ്റാമ്പ് ചെയ്ത് വിടുമായിരുന്നു. പക്ഷെ അവിടെ നിൽക്കുന്ന ഓഫീസർ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ അവർ എക്സ്ട്രാ ചെക്കൊക്കെ ചെയ്യും. സോ നമ്മൾ ഒരു 1,000 എത്രയോ രൂപ നമ്മൾ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളും പ്ലാൻ ചെയ്യണം. അത് പറയുമ്പോഴാണ് നെക്സ്റ്റ് ടോപ്പിക്, മണി എക്സ്ചേഞ്ച്. മലേഷ്യയിൽ അവർ മലേഷ്യൻ റിങ്കറ്റ് എന്ന് പറഞ്ഞ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അതിന് നോട്ടുകളും ഉണ്ട്, കോയിൻസും ഉണ്ട്, 1 cent വരെയൊക്കെ ഉണ്ട്. ഒരു റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 17.5 അങ്ങാണ്ടോ ആണ്. പക്ഷെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പം ആ റേറ്റിന് കിട്ടത്തില്ല, എക്സ്ട്രാ ചാർജസ് ഒക്കെ ആവും. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തത് 18.9 rupeesനാണ്. അതിനാണ് നമ്മൾ റിങ്കറ്റ് വാങ്ങിച്ചത്. ഇതെന്റെ ഫ്രണ്ടിന്റെ പരിചയത്തിൽ ഒരാളുടെ മണി എക്സ്ചേഞ്ച് ഇതിൽ നിന്നാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഞാൻ ലുലു മണിയിൽ അന്വേഷിച്ചായിരുന്നു ഈ റേറ്റിനെ പറ്റി. അവിടെ അന്ന് അവർ 19.1 ആണ് പറഞ്ഞത് വാങ്ങിക്കാനായിട്ട്. പിന്നെ സെല്ലിംഗ് പ്രൈസ് അവരെന്തോ 15.5 15.8 എന്തോ ആണ് ലുലു മണിയിൽ പറഞ്ഞത്. സോ സെല്ല് ചെയ്യാൻ ഒബിയസ്ലി ഭയങ്കര ഡിഫറൻസ് ആണ്, നല്ല നഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
പിന്നെ അവിടെ ചെന്നിട്ടും കൺവേർട്ട് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നോക്കിയപ്പം കൂടുതലും ആൾക്കാർ കുറച്ച് ഇവിടുന്ന് കൺവേർട്ട് ചെയ്തിട്ട് പോകും, എന്നിട്ട് ബാക്കി അവിടെ വന്നിട്ട് ആവശ്യമുള്ളത് പോലെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിനവർ പോകുന്നതെന്ന് പറഞ്ഞാൽ ബുക്കിറ്റ് ബിന്താങ് എന്നൊരു സ്ഥലമുണ്ട് മലേഷ്യയിൽ, കൊലാലംപൂരിൽ. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഭയങ്കര ഹാപ്പനിങ് സ്ഥലമാണ്. അവിടുത്തെ ഒരു ടൈം സ്ക്വയർ എന്നൊക്കെ പറയാം. ആ സ്ഥലത്ത് കുറേ മണി എക്സ്ചേഞ്ച് കടകളുണ്ട്. അപ്പോൾ അവിടെ നല്ല റേറ്റ് കിട്ടും എന്നൊക്കെയാണ് ഞങ്ങൾ ഈ ഓരോ വീഡിയോയിലൊക്കെ കണ്ടത്. ബട്ട് നമ്മുടെ കേസിൽ നടന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വരുന്നൊരു ഫ്രണ്ട് ഭയങ്കര പാനിക്കിൽ ഫുൾ പൈസയും കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോയത്. സോ നമുക്ക് മണി എക്സ്ചേഞ്ച് അവിടെ പോയി അന്വേഷിക്കേണ്ടി വന്നതേയില്ല. പക്ഷെ ഞാൻ അവിടെ മണി എക്സ്ചേഞ്ച് കടയൊക്കെ കണ്ടായിരുന്നു ബുക്കിംഗ് ബിന്താങ്ങിൽ. കുറേ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ കുറേ കടകളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ എയർപോർട്ടിലും ഇവിടുത്തെ എയർപോർട്ടിലൊക്കെ മണി എക്സ്ചേഞ്ച് കടകളുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും ആരും എടുക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ഭയങ്കര വില കൂടുതലാണ് എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിനേക്കാളും പുറത്തു പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കോസ്റ്റ് എഫിഷ്യൻറ്റ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സിമ്മാണ്. നമ്മൾ ഇവിടെ നിന്നല്ല നമുക്ക് വേണമെങ്കിൽ ഇവിടുന്നേ സിം ബുക്ക് ചെയ്തിട്ട് പോകാം. ക്ലൂക്ക് ആപ്പിലൊക്കെ ഈ സിം ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പക്ഷെ അവിടെ ചെന്നിട്ടാണ് സിം എടുത്തത്. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അത് പറയുമ്പോഴാണ് നമ്മൾ ക്ലിയർ 2 എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. എയർ ഏഷ്യ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്ലിയർ 2-ലാണ്. ഈ എയർപോർട്ട് ഒരു മോളിൻ്റെ ഒരു പാർട്ടാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു നമുക്കത് കണ്ടിട്ട്. ലൈക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മോളിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം മോൾ പോലെ എല്ലാ കടകളും ഫുഡ് കോർട്ടും എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ആ മോളിൽ തന്നെ പല ലെവലിലാണ് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. ലൈക്ക് ഗ്രാബ് -1-ലായിരിക്കും, ബസ് ഉള്ളത് 1-ലായിരിക്കും. അങ്ങനെ ഓരോ ലെവലിൽ ഓരോ ട്രാൻസ്പോർട്ടേഷന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2 പോപ്പുലർ സർവീസ് പ്രൊവൈഡേഴ്സ് ആണുള്ളത്, സെലികോമും ഡിജി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി ഡിജി തപ്പി ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറോളം നമ്മൾ ആ മോളിൻ്റെ അകത്ത് കിടന്ന് കറങ്ങിയായിരുന്നു. നമ്മൾ ഡിജിയുടെ കട കണ്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ സെലികോമാണ് എടുത്തത്. സെലികോമിൽ 10 ദിവസം 40 GB അങ്ങനെ എന്തോ ഒരു പാക്കേജാണ് എടുത്തത്. നമുക്ക് 600 രൂപയാണ് ആ സിമ്മിനായത്. ഒന്നെങ്കിൽ നമുക്ക് ഈ സിം ആയിട്ട് ഇട്ടുതരും, അല്ലെങ്കിൽ ഫിസിക്കൽ സിം ആയിട്ട് ഇട്ടുതരും. നമ്മുടെ ആദ്യത്തെ പ്ലാൻ എല്ലാവർക്കും സിം എടുക്കാമെന്നായിരുന്നു. പിന്നെ വിലയൊക്കെ കണ്ടപ്പോൾ നമ്മൾ വെച്ച് ഓക്കെ ഒരാളെടുത്താൽ മതി, അവിടെ നിന്ന് നമുക്ക് നെറ്റ് ടെതർ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഫുൾ യൂസ് ചെയ്തത്. പിന്നെ ക്വാലലംപൂർ സിറ്റിയിലൊക്കെ ഓപ്പൺ വൈഫൈ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി സിമ്മും അതിൽ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓപ്പൺ വൈഫൈയിലൊന്നും കണക്ട് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് അത് എത്രമാത്രം സ്പീഡ് ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടലിലോട്ട് പോയത് ഗ്രാബ് പിടിച്ചിട്ടാണ്. അതല്ല അവിടെ തന്നെ ബസ് ഓപ്ഷൻ ഉണ്ട്, മെട്രോ ഉണ്ട്. അപ്പൊ നമുക്ക് കോസ്റ്റ് നമ്മൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാബ് ആയിരുന്നു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗ്രാബ് പിടിക്കാനായിട്ട് നമുക്ക് സിമ്മ് വേണം, ലൈക്ക് അവരെ വിളിക്കുകയൊക്കെ ചെയ്യാൻ നമ്പറിലൊക്കെ. പിന്നെ അതുപോലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പോകാനായിട്ട് ഈ ഗ്രാബോ ബസ്സോ പിടിക്കുമ്പം അവിടെ റിങ്കറ്റാണ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഓബിയസ്ലി കുറച്ച് പൈസ കൺവേർട്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എന്തായാലും പോകാനായിട്ട്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ടൽ സ്റ്റേ. അതാണ് നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് 12 മണിക്കല്ലേ ചെക്ക് ഇൻ, പക്ഷെ അവിടെ 3 മണിക്കാണ് ചെക്ക് ഇൻ. നമ്മൾ ഫ്ലൈറ്റ് രാവിലെ 6 മണിക്ക് 8 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് സർവീസ് ഒക്കെ ചെന്നിറങ്ങുന്നത്. അപ്പം ലൈക്ക് അത്രയും നേരം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ഹോട്ടൽ പോലെ ഇരിക്കും. ചില ആൾക്കാർ നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ സമ്മതിക്കും. നമ്മൾ പോയ ഹോട്ടലിൽ നമുക്ക് ബാഗ് വെക്കാനായിട്ട് ഒരു ലഗേജ് റൂം ഉണ്ടായിരുന്നു. കുറച്ച് പൈസ അവിടെ അടയ്ക്കണം ലഗേജ് വെക്കാനായിട്ട്. പിന്നെ അവിടെ തന്നെ വാഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഫ്രഷനപ്പ് ഒക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ പിന്നീട് വന്നതാണ് ചെക്ക് ഇൻ ചെയ്തത്. ലൈക്ക് രാത്രി വന്നതാണ് നമ്മൾ പിന്നെ ചെക്ക് ഇൻ ചെയ്തത്. ചില ഹോട്ടലിലൊക്കെ ഡയറക്റ്റ്ലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ലൈക്ക് അതൊക്കെ ഓരോ സ്ഥലത്ത് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു എയർബിഎൻബിയിലാണ്. ഇഫ് യു ഡോണ്ട് നോ, എയർബിഎൻബി ബേസിക്കലി ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയൊക്കെ അവരുടെ സ്ഥലം, ലൈക്ക് അവരുടെ അപ്പാർട്ട്മെന്റ് സ്പേസോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും മുറിയോ ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഈ സ്റ്റാഫോ ക്ലീൻ ചെയ്യാനോ റൂം സർവീസോ അങ്ങനെയൊന്നും കാണത്തില്ല. ചുമ്മാ നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ സ്കാർലെറ്റ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിലെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ബുക്ക് ചെയ്തത്. ആ അപ്പാർട്ട്മെന്റ് ആക്ച്വലി സിറ്റി സെൻട്രലായിരുന്നു. നമ്മൾ നിൽക്കുന്നതിന് ഒരു ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു ഈ പെട്രോണസ് ട്വിൻ ടവർ. നമുക്ക് അവിടെ നിന്ന് കാണാമായിരുന്നു. അത്ര അടുത്തായിരുന്നു ട്വിൻ ടവറും നമ്മളെ ബിൽഡിങ്ങും. അതുപോലെ തന്നെ കുറച്ച് ഹൈഫൈ സ്ഥലമായിരുന്നു നമ്മൾ നിന്നത്. പക്ഷേ നമ്മൾ ഭയങ്കര ചീപ്പായിട്ടാണ് എയർബിഎൻബിയിൽ ഇത് ബുക്ക് ചെയ്തത്. നമ്മുടെ ഫുൾ സ്റ്റേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15,000 അതിൻ്റെ അകത്താണ് ആയത് എയർബിഎൻബി. പിന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ സ്റ്റേ ഭയങ്കര ചീപ്പാണ്. ലൈക്ക് 1000 രൂപയിൽ താഴേക്ക് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. സോ നോക്കിയെടുത്താൽ മതി. ഒന്നെങ്കിൽ booking.com, അഗോദ അല്ലെങ്കിൽ ഇതുപോലെ എയർബിഎൻബി ഒക്കെ നല്ല ഓപ്ഷനാണ് സ്റ്റേ നോക്കാനായിട്ട്. സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോകുന്ന എല്ലാവരുടെയും പേര് കൊടുക്കാൻ മറക്കല്ലേ. കാരണം ആ ബുക്കിംഗ് റെസിപ്റ്റിൽ എല്ലാവരുടെയും പേര് കാണണം. ഈ ഇമിഗ്രേഷനിൽ അവർ ചെക്ക് ചെയ്യും.
പിന്നെ അടുത്ത കുറച്ച് യൂസ്ഫുൾ ആപ്സ് ആണ്. നമ്മൾ അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പാണ്. ഇത് അവിടുത്തെ ഊബർ പോലെയാണ്, പക്ഷെ ഊബറിനെക്കാളും അതിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഈ സൊമാറ്റോ പോലെ നമുക്ക് ഗ്രോസറീസ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട്. അതുകൂടാതെ ടാക്സി സർവീസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കാർ റെന്റ് എടുക്കാം, എല്ലാം ഈ ഗ്രാബ് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഊബർ പോലെ ഗ്രാബ് ഉപയോഗിക്കുമ്പം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാബിന് എല്ലാ മെയിൻ ഭയങ്കര പോപ്പുലർ സ്ഥലത്തും ഗ്രാബ് പിക്കപ്പ് പോയിന്റ് ഉണ്ട്. നമ്മൾ അവിടെ പോയി നിന്ന് വേണം ഇത് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം അവിടെ ഉള്ളവർക്ക് നമ്മളുടെ ലാംഗ്വേജ് അത്ര നന്നായിട്ട് മനസ്സിലാവത്തില്ല, അപ്പോൾ കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുക. അതിനേക്കാളും നല്ലത് ഈ ഗ്രാബിന്റെ പോയിന്റിൽ പോയി നിന്ന് ബുക്ക് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും കൺവീനിയൻറ്റ്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ബുക്കിംഗ് ബിന്ദാങ് ആ ഏരിയക്ക് ഭയങ്കര തിരക്കാണ്. അപ്പം ഗ്രാബിന്റെ ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൂടുതലൊക്കെ ആയിരിക്കും വെയിറ്റ് ടൈം. അപ്പം അതൊക്കെ വിചാരിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ വെറുതെ റോഡിൽ നിൽക്കേണ്ടി വരും നമ്മളെ പോലെ. പിന്നെ വേറൊരു ഹെൽപ്ഫുൾ ആപ്പാണ് ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ട്. ക്ലൂക്ക് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആപ്പാണ്. അതിൽ തന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ ഉള്ള ടിക്കറ്റ് ഒക്കെ എടുക്കാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ട്വിൻ ടവറിലോട്ട് പോവാണ്, അപ്പോൾ ട്വിൻ ടവറിൻ്റെ അകത്ത് മാളിക്കയറാനുള്ള ടിക്കറ്റ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. ആപ്പിൽ നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ അതിൽ തന്നെ കുറേ ഡേ ട്രിപ്സ് ഉണ്ട്, എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ക്ലൂക്ക് ആപ്പിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ മെയിനായിട്ട് ആ ആപ്പ് ഉപയോഗിച്ചത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും ക്ലൂക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പം. പിന്നെ ആ ആപ്പിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറി പോകാനും എളുപ്പമാണ്. ജസ്റ്റ് സ്കാൻ ചെയ്ത് നമുക്ക് കയറേണ്ട സ്ഥലത്ത് അങ്ങ് പോകാം, അല്ലാണ്ട് ക്യൂ ഒന്നും നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരത്തില്ല. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ ടിക്കറ്റൊക്കെ ഡേറ്റ് സ്പെസിഫൈ ചെയ്യണം, നമ്മൾ ഈ ദിവസമാണ് വരുന്നതെന്ന്. അപ്പം ആ ദിവസം പോയില്ലെങ്കിൽ ടിക്കറ്റ് വേസ്റ്റ് ആവും. അപ്പം ഉറപ്പുള്ള ദിവസങ്ങളിലുള്ള ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഐറ്റിനറി ആണ്. നമ്മൾ 5 days 4 nights അങ്ങനത്തെ ഒന്നാണ് പോയത്. സോ നമ്മുടെ പ്ലാൻ അതൊക്കെ ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പോയതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അതിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. ഞാൻ എല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ആണ്, നമുക്ക് എന്തൊക്കെ കാണണം അതൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്തതാണ്. നിങ്ങളുടെ ആവശ്യത്തിന് പോലെ നിങ്ങൾ യു ഷുഡ് കസ്റ്റമൈസ് ഇട്ട്, നല്ലൊരു ഫണ്ണുള്ളൂ. പിന്നെ മെയിനായിട്ട് അവിടെ പോകാൻ മസ്റ്റ് വിസിറ്റ് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ക്വാലലംപൂർ ഉണ്ട്. ക്വാലലംപൂരിൽ തന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ലങ്കാവി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കുറച്ചുകൂടി ഹണിമൂൺ ഡെസ്റ്റിനേഷൻ പോലെയാണ്. ലൈക്ക് മാൽദീവ്സ് പോലത്തെ ഭയങ്കര ബീച്ച് റിസോർട്ട് അങ്ങനത്തെ ഏരിയയാണ് ലങ്കാവി. പിന്നെ അവിടെ ഇപ്പോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പെനാങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ജോർജ് ടൗൺ ഉണ്ട്, മലാക്ക ഉണ്ട്, ജെൻറ്റിങ് ഹൈലാൻഡ് ഉണ്ട്, ക്യാമറൻ ഹൈലാൻഡ്സ് ഉണ്ട്. പിന്നെ കുറേ ഫോറസ്റ്റി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ലൂക്ക് ആപ്പിൽ നോക്കിയാലും കാണാൻ പറ്റും കുറേ സ്ഥലങ്ങളും അവിടുത്തെ ഡേ ട്രിപ്സും അതൊക്കെ. സോ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച്, നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വരുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. അതിന് നമുക്ക് ഒരാൾക്കായത് 42,300 അങ്ങോട്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കായത്. അത് ലൈക്ക് കുറച്ച് വേരി ചെയ്യും, കാരണം ഷോപ്പിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ ഈ 42,000 പറഞ്ഞത്. എനിക്ക് 9,000 റുപ്പീസോളം ഷോപ്പിങ്ങിന് മാത്രമാണ് ആയത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് അതുപോലെ വേറെ പൈസ വരുമ്പം അതുപോലെ ടോട്ടൽ എമൗണ്ട് മാറി വരും. ഈ 42,000 ഞാൻ പറഞ്ഞതുപോലെ 9,000ഓളം ഷോപ്പിംഗ് ആണ്. പിന്നെ നമുക്ക് ടിക്കറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഒരു 12,000 റേഞ്ചിലായിരുന്നു നമുക്ക് ടിക്കറ്റ് ആയത്. പിന്നെ അവിടെ ചെന്നിട്ട് വേറെ വലിയ എക്സ്പെൻസ് അവിടുത്തെ ഫുഡും ഗ്രാബും ആണ്. ഫുഡിന് ഓൾമോസ്റ്റ് ഒരു 150-160 റിങ്കറ്റാണ് നമുക്കായത്. ഗ്രാബിനും അതുപോലെ തന്നെ ലൈക്ക് 190-200 റുപ്പീസോളം നമുക്ക് 200 റിങ്കറ്റോളം നമുക്ക് ഗ്രാബിനായിരുന്നു. പിന്നെ ഈ ഗ്രാബ് അല്ലാണ്ട് തന്നെ അവിടെ തന്നെ ഇഷ്ടംപോലെ ഷട്ടിൽ ബസ് ഉണ്ട്. ലൈക്ക് ഫ്രീ ആണ്, ബസ്സിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. നമ്മൾ കൂടുതലും ഗ്രാബാണ് യൂസ് ചെയ്തത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട്. പിന്നെ അവിടെ ലഗേജ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ലോബിയിൽ നമ്മൾ ലഗേജ് വെച്ചിട്ടാണ് ആദ്യത്തെ ദിവസം പുറത്തോട്ട് പോയത്. അപ്പോൾ അതിന് നമുക്കൊരു 20 റിങ്കറ്റോളം അങ്ങനത്തെ ചെറിയ എക്സ്പെൻസ് അവിടെ ആയി. പിന്നെ നമ്മൾ ചില മോസ്കിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഒരു ഗൗൺ തരും നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ അതിന് കുറച്ച് പൈസ കൊടുക്കണം. പിന്നെ അവിടെ സിം ഞാൻ പറഞ്ഞില്ലേ ഒരു 30 റിങ്കറ്റോളം അതായി. Airbnb ലൈക്ക് 15,000 അത് നമ്മളെല്ലാവരും ഡിവൈഡ് ചെയ്തെടുത്തു. അങ്ങനത്തെ എക്സ്പെൻസ് ആണ് അവിടെ ആയത് ഫുള്ളായിട്ട് നമുക്ക്. പിന്നെ ലാസ്റ്റ് കുറച്ച് ജനറൽ ടിപ്സ് നമ്മളവിടെ പോയിട്ട് കണ്ട ഓരോ കാര്യങ്ങളിൽ. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ Airbnb ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ചെക്കിങ് ചെയ്യാനായിട്ട് കുറച്ച് ലൈക്ക് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് തന്ന ഫോൺ നമ്പർ വിളിച്ചപ്പോൾ ആൾ എടുക്കുന്നൊന്നുമില്ലായിരുന്നു. സോ നിങ്ങൾ പോകുന്നതിന് മുന്നേ ആ ഹോസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ച് ഓക്കെ ഇത്ര മണിക്ക് വരും കൺഫേം ചെയ്ത് ഫോൺ നമ്പറൊക്കെ ഒന്ന് ചുമ്മാ ഡയൽ ചെയ്തൊക്കെ വെച്ചിരുന്നാൽ നല്ലതാണ്. നമുക്ക് അന്ന് കുറച്ച് പാനിക്കായിരുന്നു അയാൾ ഫോൺ എടുക്കാത്തതിന്.
പിന്നെ അവിടെ എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നത് ചൈന ടൗൺ എന്നൊരു സ്ഥലത്താണ്. നമ്മൾ പക്ഷെ പോയപ്പോൾ അവിടെ എല്ലാം ഭയങ്കര വിലയായിട്ടാണ് നമുക്ക് തോന്നിയത്. നല്ലതായിട്ട് നെഗോഷിയേറ്റ് ചെയ്താൽ പൈസ കുറച്ചൊക്കെ കിട്ടും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാഗ് എന്തോ ഒരു 300 റിങ്കറ്റിന് എന്തോ പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് 60 റിങ്കറ്റിന് എങ്ങാണ്ടാണ് കിട്ടിയത്. സോ അതുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ നമുക്കാർക്കും അത്രയ്ക്ക് അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. അതിനേക്കാളും ഒക്കെ വേറെ നമുക്ക് പവലിയൻ മോളുടെ അടുത്തൊക്കെ കുറച്ചുകൂടി നല്ല നല്ല കടകൾ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നമ്മൾ തിരിച്ചു വരാനുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിപ്പാർച്ചറിന് 3 hours മുന്നേ ആണ് നമ്മൾ എയർപോർട്ടിൽ വരാനുള്ളതെന്ന്. ബട്ട് ഇവിടെ വേണമെങ്കിൽ 4 hours മുന്നേ നിങ്ങൾ വന്നോ, അതായിരിക്കും നല്ലത്. കാരണം ഈ എനിക്ക് എയർ ഏഷ്യയിൽ സ്പെസിഫിക് ആയിട്ട് അവിടുത്തെ സ്റ്റാഫ് ഒന്നും അത്ര നല്ലതല്ല. ലൈക്ക് എൻ്റെ ബാഗിനൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. സോ ഐ വുഡ് റെക്കമെൻഡ് നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് എല്ലാം സെറ്റാക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് അവിടെ. പിന്നെ അടുത്ത ടോപ്പിക് അവിടുത്തെ ഫുഡാണ്. അവിടുത്തെ സ്പൈസ്, അവിടുത്തെ വേ ഓഫ് കുക്കിംഗ് ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ അത്രയ്ക്ക് ഫുള്ളി കുക്ക് ചെയ്യത്തില്ല ഫുഡൊക്കെ. പിന്നെ അവരുടെ ആ സ്പൈസ് ഞങ്ങൾക്ക് മുന്നോർക്കും ആ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുമല്ല ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ. ലൈക്ക് ഒരു മീലൊക്കെ 40 റിങ്കറ്റ് ഒക്കെയാണ്. കോഫി ലൈക്ക് 15 റിങ്കറ്റ് ഒക്കെയാണ്. നമ്മൾ പിന്നെ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് കോഫിയൊക്കെ കുടിച്ചത്. അതും വാസ് എക്സ്പെൻസീവ്. എനിക്ക് തോന്നുന്നു 4 or 5 റിങ്കറ്റ് ഒക്കെ ആയിരുന്നു കോഫിക്ക്. പിന്നെ നമ്മൾ കൂടുതലും ഈ 7-Eleven അങ്ങനത്തെ ഓരോ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്തോ അവരുടെ ആ ഫുഡ് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ഉള്ള കുസീനൊക്കെ ട്രൈ ചെയ്തപ്പം കൊള്ളായിരുന്നു. പിന്നെ അടുത്ത് വന്ന ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഇത് കമ്പൽസറി ആയിട്ട് എടുക്കണമെന്നല്ല, നമ്മൾ പോയപ്പോൾ എന്തായാലും നമ്മൾ എടുത്തിരുന്നു. അത് നമ്മൾ ടാറ്റയുടെ ട്രാവൽ ഇൻഷുറൻസ് ആണ് എടുത്തത്. ഒരാൾക്ക് ലൈക്ക് അബൌട്ട് 500-600 rupees ആണ് ആയത് ആ ഇൻഷുറൻസിന്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എന്തായാലും കൊണ്ടുപോകണമെന്നാണ്. ക്രെഡിറ്റ് കാർഡ് അല്ല, ഒരു ഇന്റർനാഷണൽ കാർഡ് കൊണ്ടുപോകണം. കാരണം ചില സ്ഥലത്തൊക്കെ കാർഡ് ട്രാൻസാക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ പൈസ കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം എന്തായാലും ഒരാളുടെ കയ്യിലെങ്കിലും ഒരു കാർഡ് വെച്ചേക്കുന്നത് നല്ലതാണ്. ദാറ്റ് വാസ് ആർ ട്രിപ്പ് ടു മലേഷ്യ. ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. ഞാൻ കമന്റ് നോക്കി റിപ്ലൈ ചെയ്യാം. സോ യാ, ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഐ വിൽ സീ യു in the next one then. Bye.